ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ബീഫും കായയും. തൃശ്ശൂർക്കാര് ചെയ്യാവുന്നൊരു പരിപാടിയാണ്. സിമ്പിളായിട്ട് അധികം മസാലകളൊന്നും ഇല്ലാതെ ബീഫും കായും മാത്രമുള്ള ഒരു പരിപാടി. ഇതിലേക്ക് വേണ്ടത് ബീഫ്, ഒരു 300-400 ഗ്രാം ബീഫ്, ഒരു കായ. കായ കൂടാതെ നോക്കണം, ഒരു ചെറിയ കായ, ഒരു മീഡിയം സൈസ് കായ മതി. കായ കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ കായത്തോട്ടത്തിലൂടെ ബീഫ് ഓടിപ്പോയി പോയി. പിന്നെ ചതച്ച വെളുത്തുള്ളി ഒരു 4-5 അല്ലി, ഒരു 5-10 ചെറിയ ഉള്ളി, ഒരു 1.25 ഇഞ്ച് നീളം ഇഞ്ചി, ഒരു 2 പച്ചമുളക്, ഇതെല്ലാം ചതച്ചു. പിന്നെ ഇതിലേക്ക് ഒരു തൈക്കോലം, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, പിന്നെ കറുവപ്പട്ട ഒരു ഇഞ്ച് നീളത്തില്, ഒരു 1.5 ഇഞ്ച് നീളത്തില്, പിന്നെ ഒരു 2 ഏലക്കായ, 4-5 ഗ്രാമ്പു. പിന്നെ ഇവിടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. പിന്നെ അവസാനം താളിക്കുന്നതിനായിട്ട് വേപ്പില, ഒരു പച്ചമുളക്, അല്പം വെള്ളം, ഉപ്പ്, വെളിച്ചെണ്ണ. ആദ്യം തന്നെ ബീഫ് ഇതിലിട്ട് അതിലേക്ക് പൊടികളെല്ലാം ചെയ്യും. മസാലയും അല്പം ഉപ്പോ ചേർത്ത് അതിലേക്ക് 2 സ്പൂണെങ്കിലും 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് അരച്ചു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി എല്ലാം കൂടി അത് ചേർക്കുക. ഇത് മിക്സ് ചെയ്യുന്നതിലാണ് ആ കല ഇരിക്കുന്നതെന്നാണ് പഴയ അമ്മമാര് പറയുന്നത്. അത് നമുക്ക് നോക്കാം. ലേശം വെള്ളം മതി, ആവശ്യമില്ല. ബീഫിനാകുമ്പോൾ കുക്കറിലെല്ലാം വെക്കുമ്പോൾ വെള്ളത്തിന് വേണ്ടി, എന്നാലും ഒരു വെന്ത് കിട്ടാനൊക്കെ ആയിട്ടും അടിയിൽ പിടിക്കാതിരിക്കാനായിട്ടും വെള്ളം അല്പം നല്ലതാണ്. അപ്പൊ ഇതിലുള്ളത് ബീഫ്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, മസാലകളിൽ തൈക്കോലം, കറുവപ്പട്ട, അല്പം കുരുമുളക്, ഒരു 4-5 ഗ്രാമ്പു, 2 ഏലക്ക ഇട്ടിട്ടാണ് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്യും. ഇത് കുക്കറടച്ച് വേവിക്കും. ഇനി ഇത് പകുതി മുക്കാലും വേകുന്ന വരേക്കും കുക്കറിൽ ഇടുക. അപ്പോൾ ഇത് ശരിയായിട്ടുണ്ട്. അല്പം വെള്ളം കൂടുതലാണെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ചെയ്യാവുന്നത് കായ, അതിലേക്ക് കായ ഇടുക. കായ, വേപ്പില, രണ്ട് കതിര് വേപ്പില, ലേശം ഉപ്പ്. ഇപ്പൊ കായെല്ലാം കുടിക്കണം.
ഇനി വെള്ളം വരുന്നവരെ തനിയെ ഇരുന്ന്. അപ്പോ ഇതെന്തായാലും ഒരു പരിപാടിയുണ്ട്. ഇതില് ലേശം ഗ്രേവി കുറച്ച് കൂടുതലാണ്, കുറച്ച് ഡ്രൈ ആയിട്ടാണ് എടുക്കുക. അതിനാണെങ്കിൽ ഇതൊരു സ്ലോ ഫയറിൽ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി കുറുകി, ചാറെല്ലാം കുറുകി, മസാലയെല്ലാം ഒരുവിധ മസാലയും ചേർന്നിട്ടുണ്ടായിരിക്കും. ചാറെല്ലാം കുറുകി, എന്നാലും ഒരു ഗ്രേവി എല്ലാം കളർന്ന ഒരവസ്ഥയിൽ നമുക്ക് എടുക്കാവുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങൾ തൃശ്ശൂർക്കാരുടെ കായിട്ട ബീഫ് കറി. മുമ്പെല്ലാം വെച്ചിരുന്നത് ഇതുമാതിരിയല്ല, ഇതിന് കുറച്ചൊക്കെ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ അമ്മച്ചിമാരൊക്കെ വയ്ക്കുമ്പോൾ ഇതിന് അതിൻ്റെതായിട്ടുള്ള വേറൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് വയ്ക്കുമ്പോൾ കിട്ടുന്ന മസാലകള്, കിട്ടുന്ന കായ, ഇറച്ചി, ഇതെല്ലാം നല്ലതായിരിക്കണം. കായെല്ലാം നല്ല നാടൻ കായ ആണെങ്കിലാണ് ടേസ്റ്റ് വരിക. അല്ലെങ്കിൽ അത്രയും ഒന്നും കിട്ടുകയൊന്നുമില്ല. പക്ഷെ ഇത് നന്നായിട്ട് വിചാരിക്കുന്നു. ഇനിയിപ്പോ പ്രത്യേകിച്ച് താളിക്കേണ്ട കാര്യമില്ല. താളിക്കുകയാണെങ്കിൽ എണ്ണ ഒഴിച്ച് കഴിഞ്ഞ് താളിക്കാം. പക്ഷെ ഇത് മടവൊക്കെ ഉള്ളതുകൊണ്ട്, മടവും ഉപ്പും എല്ലാം ഉള്ളതുകൊണ്ട് ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് 5 മിനിറ്റ് കൊണ്ട് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റെഡിയാവും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യുക. നല്ലൊരു വിഭവമായിട്ട് വീണ്ടും വരുന്നവരേക്കും, വീണ്ടും സന്ധിപ്പം വരേക്കും ഷമ്മി പ്ലഗ്ഡ് ഓഫ്.